ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അറിവിൽ ആദ്യമായിട്ടായിരിക്കും വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തില്ല എന്ന് പറയാൻ വേണ്ടി കോൺഫിഡൻസോടുകൂടി ഒരു പ്രസ് മീറ്റ് വിളിച്ച് നാട്ടുകാരുടെ മൊത്തം പറഞ്ഞ് ബൂക്ക് മേടിച്ച് ഏറി പോകുന്ന ഒരു പ്രസ് മീറ്റ് കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ കൺട്രോൾ ബാദുഷ നടത്തി. എന്തൊരു ഔചിത്യമില്ലായ്മയാണ് മിസ്റ്റർ താങ്കൾ കാണിച്ചത്. താങ്കൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഒരുത്തൻ ഇച്ചിരി ഫണ്ട് തന്ന് സഹായിച്ചു. അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ അത് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുക്കാനുള്ള മാന്യത കാണിക്കണം. അതിന് പകരം അത് കൊടുക്കാതിരിക്കുകയും ഇപ്പം അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക, ഫീൽഡ് ഔട്ടാക്കുക, ഈ മാതിരിയുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്തിട്ട് അത് ഭയങ്കര മാന്യതയോടുകൂടി വന്നിട്ട് പ്രസ് മീറ്റ് വിളിച്ച് നാട്ടുകാരോട് പറയുന്നു. താങ്കൾ എന്താ വിചാരിച്ചേ? നാട്ടുകാരെല്ലാം ഊളകളാണെന്ന് വിചാരിച്ചത്. പിന്നെ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മോള് കുളിക്കുന്നില്ല, മോൻ തൂറുന്നില്ല എന്നൊക്കെ വന്ന് പറഞ്ഞ് അത് അപ്പടി വിഴുങ്ങാൻ മലയാളി സമൂഹം താങ്കളെപ്പോലെ ഊളയല്ല. താങ്കൾക്ക് അദ്ദേഹം തങ്ങളുടെ ഒരു ബുദ്ധിമുട്ട സമയത്ത് കാശ് തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, ആ മാന്യത കാണിക്കണം. അതിനുശേഷം താങ്കൾക്ക് പ്രതിഫലം കിട്ടാനുണ്ടായിരുന്നെങ്കിൽ അത് ചോദിച്ചു മേടിക്കുകയായിരുന്നു മാന്യത. പകരം താങ്കൾ കാട്ടിയത് എന്താണ്? കൊടുക്കാതിരിക്കുക, വ്യക്തിഹത്യ ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രസ് മീറ്റ് വിളിച്ച് ഊക്ക് മേടിച്ച് ഏറിപ്പോയിരിക്കുകയാണ്. പിന്നെ താങ്കളുടെ സ്വഭാവം ഇപ്പോൾ സമൂഹത്തിന് മനസ്സിലായി. ഇതേപോലെ എത്ര ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെയും ഇതേപോലെ കാശ് മേടിച്ച് പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ചിന്ത സമൂഹത്തിനുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാര്യം ഇപ്പോൾ ഈ കണാരന് ഈ സിനിമ ഇല്ലെങ്കിൽ പോലും ഉത്സവപ്പറമ്പുകളിൽ സ്റ്റേജ് ഷോ നടത്തി ജീവിക്കാമെന്ന കോൺഫിഡൻസ് ഉണ്ടായതിൻ്റെ പേരിൽ തന്ന കാശ് അവൻ തിരിച്ചു ചോദിച്ചു. ഇങ്ങനെയില്ലാത്ത എത്രയോ പാവത്തങ്ങൾ കാണും, സാധാരണക്കാരായ ജൂനിയർ ആർട്ടിസ്റ്റ്. അവരെയൊക്കെ തമ്മ അലത്തിയിട്ടുണ്ടല്ലേ. എന്തൊരു ഉളുപ്പില്ലായ്മയാടേ. അപ്പം കണ്ടവൻ്റെ കാശാണ് തൻ്റെ തടി.